അസ്സലാമു അലൈക്കും. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ ബിരിയാണിയാണ്. അതിലേക്ക് 5 ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് ചതക്കാൻ, വലിയ ജീരകം, കുരുമുളക്, പിന്നെ ഉള്ളി. ഇത് ചിക്കനൊക്കെയുള്ള മസാല ആക്കാൻ. ഇത് ചോറുക്ക് വറുത്തെടുക്കാൻ ഒരു വലിയ ഉള്ളി, ചോറുക്ക് ദമ്മിടാനൊരു തക്കാളി വട്ടത്തിലരിഞ്ഞത്, ചിക്കനൊക്കെയുള്ള 4 തക്കാളി, ക്യാരറ്റ്, തൈര്, മല്ലിച്ചപ്പ്, പുതിന, നെയ്യ്, സൺഫ്ലവർ ഓയിൽ. പിന്നെ ഇത് വെള്ളത്തിലേക്ക് പട്ട, ഗ്രാമ്പു, കറാമ്പട്ട, ലീഫ്. പിന്നെ മസാലകളാണ്. ചിക്കൻ മസാല കുറച്ചധികം എടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. 2 കിലോ അരിയാണ്, അലിഫ് ലൈലയാണ് അരി. പിന്നെ ചിക്കൻ 2 കിലോ ഉണ്ട്. പിന്നെ സുർക്ക. ഈ പാത്രത്തിലേക്ക് ചിക്കൻ കഴുകിയെടുത്തിട്ടുണ്ട്. ചിക്കൻ മിക്സാക്കി എടുക്കുക. അതിന് ഫുഡ് കളറ്, പിന്നെ മുളകും പൊടി ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. സുർക്ക, ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം. നല്ല മിക്സാക്കി ചിക്കൻ അതിലേക്ക് ഇട്ട് ഇളക്കി യോജിപ്പിക്കാം. 2 കിലോ അരി 2 കിലോ ചിക്കനാണ്. നല്ല മസാലയൊക്കെ പാകത്തിന്. ഇത്രയും മസാല ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ബിരിയാണി. ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് വറുത്തെടുക്കാൻ. പാനിൽ ആദ്യം ഉള്ളി, സൺഫ്ലവർ ഓയിൽ വറുത്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ചിക്കന് വറുത്തെടുക്കുക എണ്ണയിൽ തന്നെ. അണ്ടിപ്പരിപ്പ്, മുന്തിരി ചോറുക്ക് ദമ്മിടാൻ വറുത്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇട്ടാലേ ടേസ്റ്റ് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം, ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പും മുന്തിരി. പക്ഷെ അതൊക്കെ ഇട്ടാലാണ് ചോറിൻ്റെ ടേസ്റ്റ് ഫുള്ള് കിട്ടുക. ഇനി ചിക്കൻ ആ എണ്ണയിൽ തന്നെ വറുത്ത് പോരാം. ഇനി ചിക്കൻ പകുതി വറുത്തെടുക്കുന്നത്. അത് അര മണിക്കൂർ അരി വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയെടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും, വലിയ ജീരകം, കുരുമുളക് ചതച്ചെടുക്കാം. ചിക്കൻ വറുത്ത് കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് കുറച്ച് എണ്ണ മുക്കിയെടുക്കാം. ഞാൻ ബാക്കി എണ്ണയിലേക്ക് അരിഞ്ഞ് വെച്ച ചിക്കൻ മസാല ആക്കാനുള്ള ഉള്ളി അതിലേക്ക് ഇട്ട് വഴറ്റിയ ശേഷം തക്കാളി ഇട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ച്. തക്കാളി നല്ല ഉടഞ്ഞ ശേഷം തക്കാളി നല്ല ഉടഞ്ഞിട്ടുണ്ട്. അതിലേക്ക് അരച്ച് വെച്ച ചേരുവ ഇട്ട് കൊടുക്കുക. അത് ഇളക്കി യോജിപ്പിച്ച ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇട്ടുകൊടുത്ത് മല്ലിച്ചപ്പും തൈരും, ഒരു ഗ്ലാസ് തൈരാണ് കേട്ടോ. 2 കിലോ ചിക്കൻ ഇട്ടെടുത്തിട്ടുണ്ട്. ഉപ്പ് ഈ സമയത്ത് ഈ മസാലയ്ക്ക് ഇല്ലെന്ന് നോക്കാം. ചിക്കനിൽ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. ഇട്ട് അത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കും. ആ ചിക്കനെല്ലാം മസാലയ്ക്കൊന്ന് പിടിക്കാൻ വേണ്ടി. വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പും, ക്യാരറ്റ്, കറാമ്പട്ട, ഏലക്കായ, പുതിന, മല്ലിച്ചപ്പ് ഇട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അരി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരി ഒരു 7 മിനിറ്റൊക്കെ ആകുമ്പോഴൊക്കെ തന്നെ വേവ് കിട്ടും. അലിഫ് ലൈലയാണ്. ചോറ് നല്ല ടേസ്റ്റും ഉണ്ടാകും. നല്ല വേവ് ശ്രദ്ധിക്കണം ഈ സമയത്ത്. പെട്ടെന്ന് വേവണ ഒരു അരിയാണത്. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻറ്റ്, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുന്നു. ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. ചോറ് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ചെമ്പട്ടിയിലെ വെള്ളം വറ്റിയ ശേഷം അതിലേക്കൊരു കുറച്ച് എണ്ണ അടുപ്പത്തുനിന്ന് മാങ്ങി വെക്കണം, അല്ലെങ്കിൽ ചോറ് അടി പിടിക്കുള്ളൂ. ഇനി ദമ്മിടാം. സൺഫ്ലവർ ഒഴിച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിക്കനും ഇട്ട് മാറ്റി വെച്ച ഉള്ളിയും മല്ലിച്ചപ്പ്, ഉള്ളി വറുത്തതും മല്ലിച്ചപ്പും, ഒരു തക്കാളി വട്ടത്തിൽ അരിഞ്ഞതും, ഗരം മസാല ഒരു ലേശം ഒന്ന് തൂവി കൊടുക്കാം. ഒരുപാടാവരുത്, കട്ടിക്കുള്ളൂ. ഇനി അതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ച
ചിക്കൻ്റെ നമ്മൾ കോരി വെച്ച എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ നെയ്യും ഒഴിച്ച് ദമ്മിടാം. 1 മണിക്കൂർ ദമ്മ് കിടക്കണം ചോറ്. നല്ല ഒന്ന് ചൂടാറിയ ശേഷം ഇളക്കി യോജിപ്പിക്കുക. ചൂട് കൊടുക്കുക, ഇളക്കിയ ചോറ് ഒക്കെ പൊടിയുള്ളൂ. ചിക്കനും 2-3 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ആവി പോയ ശേഷം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു ചോറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കമൻറ്റ് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്.